അങ്ങനെ എൻ്റെ സർപ്രൈസൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡേ അങ്ങ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്കൊരു അടാറ് പണി കൊച്ചു തന്നു. ഞാൻ ഈ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചു തന്ന ഗിഫ്റ്റാണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ആക്ച്വലി എന്താണെന്ന് ഒന്നും മനസ്സിലായില്ല. ലവ് ഷേപ്പിലുള്ള ഒരു ഫ്രെയിമും ഞങ്ങളുടെ 2-3 കട്ട് പീസ് ഫോട്ടോസും ഫ്രിഡ്ജിൽ നിന്ന് ഏതൊരു നോട്ടും തന്നിട്ട് ഫസ്റ്റ് ക്ലൂ ആയിട്ട് ഫ്രിഡ്ജിൽ പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് പിന്നെയും കുറച്ച് ഫോട്ടോസും മണി പ്ലാന്റ് എന്ന് എഴുതിയിട്ടുള്ളൊരു നോട്ടും എനിക്ക് കിട്ടി. ആ ഫോട്ടോസും കൂടെ കണ്ടപ്പോഴാണ് എനിക്കിതൊരു പസിലാണെന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ നേരെ ഞങ്ങളുടെ മണി പ്ലാന്റ് അടുത്ത് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന കുറച്ച് ഫോട്ടോസും ഒരു നോട്ടും. 8 മണി എന്താണ്? അതെ, 2 ദിവസങ്ങളായിട്ട് 8 മണി ഇങ്ങനെ അറിഞ്ഞു നടക്കുന്നത്. 8 മണി 2 പേര് അറിഞ്ഞു നടക്കുന്നത്. എന്താണ് 8 മണി? അതൊന്നും അല്ല കൊച്ചേ. മണി പ്ലാന്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ക്ലൂ ആണ് കേട്ടോ 8 PM എന്നുള്ളത്. ഈ 8 PM എന്താന്നുള്ളത് ഞാൻ വീട് മൊത്തം തേടി അലയണായിരുന്നു. ഇതെന്താ സംഭവം എന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല. അതെ, ചിക്കൻ കറിയുടെ കൂടെ 8 PM ഉണ്ടായിരുന്നു. ചിക്കൻ കറി വെച്ചപ്പോൾ 8 PM ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അതല്ല, അതിൽ നിന്നും കിട്ടിയിട്ടോ കുറച്ച് ഫോട്ടോസും പിന്നെ ഒരു നോട്ടും. ആരും കണ്ട് ഞെട്ടണ്ട, ഇതാട്ടോ ഞങ്ങളുടെ വണ്ടി. ഇന്ന് നോട്ടൊന്നും കിട്ടാണ്ടായപ്പോൾ മനസ്സിലായി ട്രഷർ ഹണ്ട് കഴിഞ്ഞു, ഇനി സംഭവം സെറ്റ് ആക്കാന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ അങ്ങ് ഇമോഷണലായി കരഞ്ഞ് ചളമാക്കിയിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് അവന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ആനിവേഴ്സറിക്ക് അവന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സർപ്രൈസും കാര്യങ്ങളും കൊടുക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. പക്ഷെ ഞാൻ കൊടുത്തതിലും അവൻ എനിക്ക് തന്നതാണ് എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത്. ഇനിയാണ് മക്കളെ ശരിക്കുള്ള പണി തുടങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ മടുത്ത് വട്ടായി. ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചിലതൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് പേഷ്യൻസ്. എന്നോടാണ് സമാധാനത്തോടെ ചെയ്യണം എന്ന് പറയുന്നത്. സത്യമായിട്ടും ഇങ്ങനൊരു പണിയാണ് ഇവനെനിക്ക് ഗിഫ്റ്റായിട്ട് വെച്ചിരുന്നതെന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ഓൾമോസ്റ്റ് എങ്ങനെയോ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. നോർമൽ ബസ്സിലാണെങ്കിൽ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ഇമേജ് കൊണ്ട് അറിയാൻ പറ്റില്ല. മോളെ സെറ്റ്. അവസാനം ഈ ലവും കൂടി തന്നു കഴിഞ്ഞപ്പോൾ പസിൽ കംപ്ലീറ്റ് ആയി. നല്ല രസമുണ്ടല്ലേ? സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഈ ഗിഫ്റ്റും നോട്ടൊക്കെ പല പല സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നടത്തി അതൊക്കെ കണ്ടുപിടിച്ച് ശരിക്കൊരു വെറൈറ്റി സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാ വർഷത്തെയും പോലെ അവൻ തന്നെ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് അവൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരുന്നൊരു ഗിഫ്റ്റ്, അത് നമുക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു ഫീല് അത് വേറെയാണ് കേട്ടോ. എല്ലാം ഒന്നോടെ തെറ്റിയതോ? ടു ബി കണ്ടിന്യൂഡ്.